എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിയമക്കുരുക്കിന്റെ കറുത്ത ദിനങ്ങളും ഭയാനകമായ ഭീഷണിയും കടന്ന് മുംബൈ ഇന്ത്യൻസിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിയപ്പോൾ ലോക ക്രിക്കറ്റിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ച തികച്ചും അവിശ്വസനീയമായ ഒരു കാഴ്ചയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നവർ സാക്ഷ്യം വഹിച്ചത്. വരാനിരിക്കുന്ന 2026-ലെ IPL സീസണിനു മുമ്പായി ഒരിക്കൽ തന്റെ അതിരുകടന്ന സ്വാഗിനും തലക്കനത്തിനും പേരുകേട്ട ആ വമ്പൻ കളിക്കാരൻ ഇന്ന് മാനസികമായി പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നു. ആരാധകരുടെ കണ്ണിലെ തീക്ഷ്ണമായ വെറുപ്പും വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുഴങ്ങാൻ പോകുന്ന കാതടപ്പിക്കുന്ന കൂവരുകളുടെ ഭയവും ആ മുഖത്ത് നിഴലിച്ചിരുന്നു. തന്റെ സകല അഹങ്കാരവും തവിടുപൊടിയായ നിമിഷത്തിൽ ക്യാമ്പിൽ കാലുകുത്തിയപാടെ ഹാർദിക് നേരെ ഓടിയെടുത്തത് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ അടുത്തേക്കാണ്. ഡ്രസ്സിംഗ് റൂമിലെ സഹതാരങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് രോഹിത്തിനെ ഇറുകെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഹാർദിക് പൊട്ടിക്കരഞ്ഞു. സ്വന്തം ഈഗോയുടെ ഭാരം പൂർണ്ണമായും ഇറക്കിവെച്ച് മുങ്ങിത്താഴുന്ന തന്റെ കരിയർ എന്ന തോണിയെ രക്ഷിക്കാൻ ഇനി രോഹിതിന് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിലായിരുന്നു ആ സമ്പൂർണ്ണ ശരണാഗതി. കഴിഞ്ഞ 1.5 വർഷമായി അനുഭവിച്ച ഹൃദയഭേദകമായ വേദനകൾ, ലോകകപ്പിന് ശേഷമുള്ള വിവാദങ്ങൾ, പോലീസും കോടതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഹാർദിക്കിന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരി വാങ്കഡയിലെ കാണികളെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഭയം. രോഹിത്തിന്റെ അജേയമായ കോട്ടയായ മുംബൈ ഇന്ത്യൻസിൽ രോഹിത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയില്ലാതെ തനിക്ക് ഒരു മത്സരം പോലും സമാധാനപരമായി നയിക്കാൻ കഴിയില്ലെന്ന് ഹാർദിക്കിനിപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട്. കൂവലുകൾ വീണ്ടും ആവർത്തിച്ചാൽ തന്റെ കരിയർ തന്നെ എന്നേക്കുമായി അവസാനിക്കുമെന്ന ഭയം ആ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരുന്നു. നിറകണ്ണുകളോടെ രോഹിത്തിനോടുള്ള തന്റെ അതിയായ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഹാർദിക് ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, മുംബൈ ഇന്ത്യൻസിലേക്ക് വന്ന അന്നു മുതൽ രോഹിത് ഭായ് എനിക്ക് വെറുമൊരു ക്യാപ്റ്റൻ മാത്രമല്ല, എന്റെ വഴികാട്ടിയായ ഗുരുവാണ്. എന്നെ എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെന്നും എപ്പോൾ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. ഇന്ന് ഞാനിവിടെ പിടിച്ചു നിൽക്കാൻ കാരണം തന്നെ എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ അദ്ദേഹം എനിക്ക് നൽകിയ പിന്തുണയാണ്. ഇത്രയും പറഞ്ഞതിനു ശേഷം വിതുമ്പലടക്കാനാവാതെ തികഞ്ഞ നിസ്സഹായതയോടെ ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനോട് 3 വലിയ വാഗ്ദാനങ്ങൾ ചോദിച്ചു. ഡ്രസ്സിംഗ് റൂമിന്റെ അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ച 3 അപേക്ഷകൾ. ആദ്യത്തേത് വാങ്കഡയിലെ കാണികളെക്കുറിച്ചായിരുന്നു. വാങ്കഡയിൽ ഞാൻ ടോസിനായി ഇറങ്ങുമ്പോൾ ആരാധകർ കൂവുകയാണെങ്കിൽ വിരാട് കോഹ്ലിയെപ്പോലെ താങ്കൾ കൈകൾ ഉയർത്തി അവരോട് ശാന്തരാകാൻ ആവശ്യപ്പെടണം. താങ്കളുടെ ആ ഒരൊറ്റ ആംഗ്യത്തിൽ ആ സ്റ്റേഡിയം മുഴുവൻ എന്നോട് ക്ഷമിക്കും. രണ്ടാമത്തെ വാഗ്ദാനം ടീമിന്റെ ഐക്യത്തെക്കുറിച്ചായിരുന്നു. സൂര്യകുമാർ യാദവിനോടും ബുംറയോടും പഴയ കാര്യങ്ങളെല്ലാം താങ്കൾ തന്നെ നേരിട്ട് പറയണം. എനിക്ക് ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ആവശ്യമാണ്. അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുടെ അമിത സമ്മർദ്ദം എനിക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല. മൂന്നാമതായി സ്വന്തം ഈഗോ പൂർണ്ണമായും മാറ്റിവെച്ച് ഹാർദിക് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു: മത്സരത്തിലെ മുഴുവൻ 20 ഓവറുകളിലും എനിക്ക് താങ്കളെ കളിക്കളത്തിൽ വേണം. ഒരു ഇമ്പാക്റ്റ് പ്ലെയറായി ഡഗ്ഔട്ടിലിരിക്കരുത്. താങ്കൾ ഗ്രൗണ്ടിലുള്ളത് തന്നെ എതിരാളികൾക്ക് വലിയ ഭയമാണ്. അതെന്റെ പകുതി ഭാരം കുറയ്ക്കും. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ താങ്കളുടെ അനുഭവ സമ്പത്തും ശാന്തതയുമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുക. ഈ വാക്കുകൾ കേട്ട് സാക്ഷാൽ രോഹിത് ശർമ്മയുടെ ഹൃദയവും അലിഞ്ഞുപോയി. ഒരു യഥാർത്ഥ ലീഡറെ പോലെ, ഒരു വലിയ ജ്യേഷ്ഠ സഹോദരന്റെ വാത്സല്യത്തോടെ ഹാർദിക്കിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് രോഹിത് ഉറപ്പു നൽകി, മുംബൈ ഇന്ത്യൻസ് നമ്മുടെ കുടുംബമാണ്. എന്തു പ്രതിസന്ധി വന്നാലും നാം അത് ഒരുമിച്ച് തന്നെ നേരിടും. വാങ്കഡയുടെ ഭയത്തിൽ നിന്ന് ഹാർദിക്കിനെ താൻ തീർച്ചയായും പുറത്തു കൊണ്ടുവരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമായതോടെ രോഹിത് ശർമ്മയാണ് തന്റെ പരമോന്നത നേതാവെന്ന് ഹാർദിക് പാണ്ഡ്യ പൂർണ്ണമായും അംഗീകരിക്കുന്ന ചരിത്രമായ കാഴ്ചയാണ് ലോകം കണ്ടത്. ഈ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ചോദ്യം ബാക്കിയാകുന്നു. രോഹിത് ശർമ്മയുടെ ആ ഒരൊറ്റ ആംഗ്യത്തിൽ വാങ്കഡയുടെ ആരാധകർ ഹാർദിക് പാണ്ഡ്യയോട് എന്നേക്കുമായി ക്ഷമിക്കുമോ? ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ രോഹിത്തിന്റെ തണലിൽ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ചാമ്പ്യൻസ് ആകുമോ? നിങ്ങളുടെ വിലയേറിയതും നിർഭയമായ അഭിപ്രായങ്ങൾ രോഹിത് ദ ബോസ് എന്ന് രേഖപ്പെടുത്തി കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.